അടുത്തതായിട്ട് നമുക്ക് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റോസ് ആൻഡ് കോളംസിൻ്റെ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിളിലൂടെ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് എന്താണോ വേണ്ടത് അതിനെ നമുക്കൊരു ടേബിൾ രൂപത്തിലായിട്ട് കൊടുക്കുന്നതിന് എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ടേബിൾ ടാഗാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേബിൾ ടാഗിലൂടെ നമ്മൾ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടേബിൾ കുറച്ചും കൂടിയും പരമാവധി ഭംഗിയാക്കാനും അതിനെ കൂടുതൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ടാഗ്സുകളെ നമുക്ക് നോക്കാം. ടേബിൾ ടാഗാണ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതൊരു കണ്ടെയ്നർ ടാഗാണ്. എന്താ കണ്ടെയ്നർ ടാഗ്? ടേബിളിന് എഴുതിയ ടാഗ് എഴുതി അതിലുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ആ ടേബിളിനെ ക്ലോസ് ചെയ്യണം. അതാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ഇനി ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദ ബോർഡർ ലൈൻ. ടേബിളിൻ്റെ ചുറ്റിനും നമ്മൾ കൊടുക്കുന്ന ആ ബോർഡറിൻ്റെ തിക്നെസ് ആണ് കേട്ടോ. ബോർഡർ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കളറാണ് ടേബിളിൻ്റെ ബോർഡറിന് നമ്മൾ കൊടുക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബോർഡർ കളർ എന്നുള്ളത്. ഇനി അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ടേബിള് നമ്മുടെ ബ്രൗസർ വിൻഡോയിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലേക്ക്, സെൻറ്ററിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അലൈൻ. BG കളർ, നമുക്ക് ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താവണം അത് നമുക്ക് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം. ടേബിളിൻ്റെ പിൻഭാഗത്തായിട്ട് നമ്മളിപ്പോൾ ഒരു സീനറിയുടെ ഒക്കെ പോലെ നമുക്ക് വേറെ എന്തെങ്കിലും അവിടെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം. സെൽ സ്പേസിങ്, നമ്മൾ ഓരോ കള്ളിയിലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഓരോ സെല്ലെന്ന് പറഞ്ഞാൽ ഓരോ കള്ളിയാണ്. ആ കള്ളികളുടെ ഇടയിലുള്ള സ്പേസിനെയാണ് സെൽ സ്പേസിങ് എന്ന് പറയുന്നത്. സെൽ പാഡിങ്, നമുക്ക് സെല്ലിൻ്റെ ബോർഡറും ആ സെല്ലിലെ കണ്ടൻറ്റിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ സെൽ പാഡിങ് എന്നാണ് പറയുന്നത്. സെല്ലിൽ ടൈപ്പ് ചെയ്തതും സെല്ലിൻ്റെ ബോർഡറും തമ്മിലുള്ള ഗ്യാപ്പ്. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ടേബിളിൻ്റെ വിഡ്ത്തും ടേബിളിൻ്റെ ഹൈറ്റും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. സാധാരണയായിട്ട് ഒന്നുകിൽ ബ്രൗസർ വിൻഡോൻ്റെ പെർസെൻറ്റേജ്, അതായത് 50% എന്ന് പറഞ്ഞാൽ ബ്രൗസർ വിൻഡോൻ്റെ പകുതി അങ്ങനെയൊക്കെ പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിക്സൽസ്, നമ്മളെപ്പോഴും സ്ക്രീനിൽ നമ്മൾ ഓരോ ഡോട്ട് ഓരോ പിക്സലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പിക്സൽസ് ആയിട്ടും നമുക്കതിനെ കൊടുക്കാം. ഫ്രെയിം, നമ്മൾ ഏത് തരം ടേബിൾ ബോർഡറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ഫ്രെയിം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബോർഡർ ഒന്നും ഉണ്ടാവില്ല. എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ മാത്രം ബോർഡർ ഉണ്ടാവും, ബിലോ താഴെ മാത്രം ബോർഡർ. സൈഡ്സ്, ഹൊറിസോണ്ടൽ സൈഡ്സിൽ മാത്രം ബോർഡർ. LHS RHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡോ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ബോർഡർ. സൈഡ്സ്, വെർട്ടിക്കൽ സൈഡ്സിൽ മാത്രം ബോർഡർ. ബോക്സ് ഓർ ബോർഡർ, ഫുള്ളായിട്ട് ഒരു ബോക്സ് പോലെ ഫുൾ ബോർഡർ വരണത്. ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ബോർഡേഴ്സ് സെറ്റ് ചെയ്യാം. അതേപോലെ റൂൾസ്, നമുക്ക് ഓരോ സെല്ലുകൾ, ഇത് ടേബിളിൻ്റെ ബോർഡറാണ് നമ്മളിവിടെ ഫ്രെയിം എന്ന് പറയുന്നത്. റൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സെല്ലുകളുടെ ഇടയിൽ കൊടുക്കുന്നതായിട്ടുള്ള ബോർഡറാണ് ഉദ്ദേശിക്കുന്നത്, കള്ളികളുടെ ഇടയിൽ. അതിനെങ്ങനെ വെച്ചാൽ നൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ബോർഡർ ഉണ്ടാവില്ല. കോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ കോളത്തിനും ബോർഡർ ഉണ്ടാവും. റോസ് എന്ന് പറഞ്ഞാൽ എല്ലാ റോസിനും ബോർഡർ ഉണ്ടാവും. ഗ്രൂപ്പ്സ്, നമ്മൾ കുറച്ച് റോസും കോളംസും ഗ്രൂപ്പ്സ് ആയിട്ട് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിനായിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാം. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബോർഡർ കൊടുക്കുന്നതാണ് ഓൾ, എല്ലാ സെൽസിനും ബോർഡർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്രയും അധികം ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഒരു ടേബിളിൽ. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട്സ് കൂടി ചേർത്തിട്ട് നമുക്ക് ആ ടേബിളിന് എത്രത്തോളം നമുക്ക് ഭംഗി കൂട്ടണമോ അത്രത്തോളം നമുക്കതിന് ഭംഗി കൂട്ടാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എല്ലാ ടാഗുകളും ഒന്നും കൂടി പറയാം. ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഫ്രെയിം, റൂൾസ്. ഇത്രയും ടാഗുകൾ നമുക്ക് ടേബിളിൽ ഉപയോഗിക്കാം. നമ്മുടെ ടേബിളിനെ എത്രത്തോളം നന്നാക്കാമോ അത്രത്തോളം ഭംഗിയാക്കാനായിട്ട് ഈ ടാഗുകൾ നമ്മളെ സഹായിക്കും. ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് കാണുന്ന ടേബിൾ ഇങ്ങനെയായിരിക്കും. ഈ ടേബിളിൽ നമുക്കിപ്പോൾ കാണാം ക്യാൻസർ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്. അതേപോലെ നമുക്ക് ഇയർ എന്നുള്ള ഹെഡിങ്, പിന്നെ ആ ഇയറിൽ 2012, 13, 14 എന്നുള്ള ഹെഡിങ്. അത് കഴിഞ്ഞ് ക്യാൻസർ ഒറിജിൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം സ്മോക്കേഴ്സ്, പാൻ യൂസേഴ്സ്, ആൽക്കഹോൾ യൂസേഴ്സ്, അതർ കേസസ്. ഇതെല്ലാം ഹെഡിങ്ങുകളാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ സ്പാൻ കൊടുത്തത്. അതേപോലെ ഇയറിന് നമ്മളവിടെ കോൾ സ്പാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാൻസർ ഒറിജിൻ എന്നുള്ളതിന് നമ്മൾ റോ സ്പാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ
കണ്ടൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ താഴെ ടോട്ടൽ പേഷ്യൻസ്, ഇതിനും നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ കോൾ സ്പാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2 കോളത്തിൻ്റെ സ്പേസിനെ നമ്മൾ ഒരുമിച്ചാക്കുകയാണ് ചെയ്തത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അലൈൻമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. വി അലൈൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, BG കളർ യൂസ് ചെയ്യാം, റോ സ്പാൻ യൂസ് ചെയ്യാം, കോൾ സ്പാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ടാഗുകളും, അതായത് എല്ലാ ആട്രിബ്യൂട്ടുകളും ടേബിൾ എന്ന ടാഗിനുള്ളിൽ യൂസ് ചെയ്തിട്ട് ടേബിളിനെ നമുക്ക് നല്ല ഇംപ്രസീവ് ആക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് ആട്രിബ്യൂട്ട്സ് ഓഫ് TR ടാഗ്. നമുക്ക് TR ടാഗ്, TD ടാഗ്, TH ടാഗ്, ഇങ്ങനെ 3 ടാഗുകളാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് TR ടാഗിൽ അലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻ എ സെൽ ഇൻ എ പർട്ടിക്കുലർ റോ, ഒരു റോയുടെ അകത്തുള്ള ഡാറ്റ നമുക്ക് അലൈൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മളെപ്പോഴും ലെഫ്റ്റ് അലൈൻ അല്ലെങ്കിൽ റൈറ്റ് അലൈൻ അല്ലെങ്കിൽ സെൻറ്റർ അലൈൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അലൈൻമെൻറ്റ് സ്പെസിഫൈ ചെയ്യാം. അതേപോലെ വി അലൈൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഓഫ് ദ കണ്ടന്റ് ഇൻ എ സെൽ ഓഫ് എനി റോ. എത്ര റോസ് ആണെങ്കിലും അതിൽ വെർട്ടിക്കലി അതിനെ അലൈൻ ചെയ്യുന്നതാണ് വി അലൈൻ എന്ന് പറയുന്നത്. പിന്നെ BG കളർ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ റോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ കൊടുക്കാം, അതാണ് BG കളർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ TH ആൻഡ് TD ടാഗുകളുടെ അട്രിബ്യൂട്ട്സ് ആണ് പറയുന്നത്. അതിലും ഫസ്റ്റ് അലൈൻമെൻറ്റ് തന്നെയാണ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഓഫ് ദ കണ്ടന്റ് വിത്തിൻ എ സെൽ. നമ്മളൊരു റോയിൽ കൊടുക്കുന്ന ഡാറ്റ എങ്ങനെയായിരിക്കണം അലൈൻ ചെയ്ത്, ഇപ്പോൾ ഹെഡിങ് ഒക്കെ ആണെങ്കിൽ സെൻറ്റർ അലൈൻഡ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അതേപോലെ വി അലൈൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി നമ്മൾ അതിനെ അലൈൻ ചെയ്യുന്നതാണ് വി അലൈൻ. BG കളറ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ഓരോ റോസിന് അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് അതുപോലെ ഹെഡിങ്ങിനും ഒക്കെ നമുക്ക് കൊടുക്കാം. കോൾ സ്പാനും റോ സ്പാനുമാണ് അവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള 2 ടാഗുകൾ വരുന്നത്. അതിൽ കോൾ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോളംസ് ആണ് ഒരുമിച്ച്, ഇപ്പോൾ നമ്മളൊരു ഹെഡിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ ഹെഡിങ് ആണെങ്കിൽ നമുക്ക് 2-3 കോളംസിൻ്റെ അത്രയും ആ സ്പേസ് ഫുള്ളായിട്ട് ആ ഹെഡിങ് സ്റ്റോർ ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, TH കോൾ സ്പാൻ ഈക്വൽ 3. TH എന്ന് പറഞ്ഞാൽ ടേബിൾ ഹെഡിങ്, അതിൻ്റെ കോൾ സ്പാൻ 3. അപ്പോൾ മേക്സ് ദ സെൽ സ്പാൻ ഓവർ 3 കോളം, 3 കോളത്തിൻ്റെ സ്പേസ് അങ്ങനെ തന്നെ എടുക്കാം. അതേപോലെ TD റോ സ്പാൻ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റോസിൽ, അതായത് മേക്സ് ദ സെൽ സ്പാൻ ഓവർ 4 റോസ്, 4 റോസിൻ്റെ സ്പേസ് നമുക്ക് അവിടെ എടുക്കാം. അപ്പോൾ അതിനായിട്ടാണ് കോൾ സ്പാനും അതുപോലെ റോ സ്പാനും എടുക്കുന്നത്. കോൾ സ്പാൻ എടുക്കുമ്പോൾ എത്ര കോളംസിൻ്റെ സ്പേസ് ആണ് നമ്മളവിടെ എടുക്കണേ എന്നുള്ളതാണ്. അതേപോലെ റോ സ്പാൻ ആകുമ്പോൾ എത്ര റോസിൻ്റെ സ്പേസ് ആണ് നമുക്ക് അവിടെ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ സ്പേസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. അപ്പോൾ നമ്മൾ ടേബിളിലുള്ള ടാഗ്സ് TD, TR ആൻഡ് TH, ഈ ടാഗ്സിനൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് BG കളറ് അതേപോലെ അലൈൻമെൻ്റ് ഒക്കെ കൊടുക്കാം. അതിൽ തന്നെ THനും TDക്കും ആണെങ്കിൽ സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കോൾ സ്പാനും റോ സ്പാനും. അടുത്തതായിട്ട് ഒരു വെബ് പേജ് നമ്മൾ എങ്ങനെയാണ് അതിൽ ബോർഡറും കളറും കൊടുത്തിട്ട് എടുക്കണേ നോക്കാം. നമ്മളിവിടെ ടേബിൾ ബോർഡർ 3 കൊടുത്തു, ബോർഡർ കളർ കൊടുത്തു റെഡ്, അതേപോലെ BG കളർ നമുക്ക് കൊടുക്കാം, അലൈൻമെൻറ്റ് കൊടുക്കാം. പിന്നെ സെൽ സ്പേസിങ്, സെൽ പാഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് കള്ളികൾ തമ്മിലുള്ളത്, അതേപോലെ കള്ളികളും ബോർഡറും തമ്മിലുള്ള സ്പേസ് സെറ്റ് ചെയ്യാം. പിന്നെ വിഡ്ത്ത്, വീതി നമുക്ക് 50%, ഇങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ കൊടുത്തു ഹെഡിങ് ഇയർ 2012-14 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ സ്മോക്കേഴ്സ് 412 ഇവിടെ കാണാം. അതേമാതിരി പാൻ യൂസേഴ്സ് 159, അതേമാതിരി ആൽക്കഹോൾ യൂസേഴ്സ് 219 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ വേറെ സ്പെസിഫിക്കേഷൻ കൊടുക്കാം. അതാണ് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. BG കളർ ഇസ് ഈക്വൽ ടു യെല്ലോ. അപ്പോൾ BG കളർ ഇസ് ഈക്വൽ ടു യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ പാൻ യൂസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷന് നമുക്ക് യെല്ലോ കളറായിട്ട് കാണിക്കാൻ പറ്റും. അലൈൻ ഇസ് ഈക്വൽ ടു റൈറ്റ്, അത് നമുക്ക് റൈറ്റ് അലൈൻഡ് ആയിട്ട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ റോസിന് വേണ്ടി പ്രത്യേക കളേഴ്സ്, പ്രത്യേക അലൈൻമെൻറ്റ്, സ്പേസിങ്, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടേബിളിലേക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ബോർഡർ കളർ കൊടുക്കാം, അതേപോലെ തന്നെ നമുക്ക് ബോർഡറും പിന്നെ അതുപോലെ സ്പെസിഫിക് ആയിട്ട് ഓരോ റോയ്ക്ക് പ്രത്യേക കളർ വേണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. നമ്മുടെ ടേബിളിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കൊടുത്ത് ടേബിളിനെ മാക്സിമം ഭംഗിയാക്കാം.
അടുത്തതായിട്ട് ഈ ടേബിളിൽ തന്നെ ബാക്കിയുള്ള റോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ടിയർ അലൈൻ ഈക്വൽ സെൻറ്റർ, പാൻ യൂസേഴ്സ്, പാൻ ഉപയോഗിക്കുന്നവർ, പാൻ യൂസേഴ്സ്, എന്നിട്ട് നമ്മൾ അവരുടെ ഡാറ്റ, അവരുടെ എണ്ണം നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അതേമാതിരി ആൽക്കഹോൾ യൂസേഴ്സ്, അവരുടെ എണ്ണം നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അതേപോലെ നമ്മൾ അതർ കേസസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതർ കേസസിൽ നമ്മളത് പ്രിൻറ്റ് ചെയ്തു. പിന്നെ ടോട്ടൽ പേഷ്യൻസ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ പല പല റോസ് ആയിട്ടാണ് ഇത് പ്രിൻ്റായിട്ട് വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഔട്ട്പുട്ടായിട്ട് വരുമ്പോൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ TR ടാഗ് അതേമാതിരി TD ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും TR ഉപയോഗം കഴിഞ്ഞ ഉടനെ നമ്മൾ TRനെ ക്ലോസ് ചെയ്തു, TH ഉപയോഗം കഴിഞ്ഞ ഉടനെ THനെ ക്ലോസ് ചെയ്തു. ഹെഡിങ് TD എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റയാണ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ അവസാനം ടേബിൾ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ കണ്ടെയ്നർ ടാഗ്സ് ആയിട്ടുള്ളത് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ടേബിൾ ശരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേയിൽ കാണുള്ളൂ. അപ്പോൾ ടേബിളിൽ 3 പ്രധാനപ്പെട്ട ടാഗ്സ് TH, TR, TD ഇത് 3ആണ് യൂസ് ചെയ്യുന്നത്. TR എന്ന് പറയുന്നത് റോയ്ക്കാണ്. TH എന്ന് പറഞ്ഞാൽ ടേബിളിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ഹെഡിങ്ങിനാണ്. ടേബിളിൽ ജനറലായിട്ട് കൊടുക്കുന്ന ഹെഡിങ്ങിന് പുറമെ നമുക്ക് ഓരോ കോളത്തിന് കൊടുക്കുന്ന ഹെഡിങ്. അത് കഴിഞ്ഞ് TD എന്ന് പറഞ്ഞാൽ ടേബിളിൽ കൊടുക്കുന്ന ഡാറ്റയാണ്. ഇതെല്ലാമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിന്നെ അലൈൻമെൻറ്റ് നമുക്ക് ഓരോ റോയ്ക്കും അലൈൻമെൻറ്റ് കൊടുക്കാം. സെൻറ്റർ വേണോ, ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ അലൈൻമെൻറ്റും ഇതുപോലെ സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ടേബിളിൻ്റെ ഹെഡിങ് വരെയാണ് കൊടുത്തത്, മെയിൻ ഹെഡിങ് ആണ് കൊടുത്തത്. ഇനി നമുക്ക് അതിൽ താഴെ നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ വേറെയും സബ് ഹെഡിങ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എവിടെ ഹെഡിങ് കൊടുത്താലും നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് TH എന്ന ടാഗാണ്. പിന്നെ റോ ആണെന്ന് കാണിക്കുന്നതിനുള്ള ടാഗ് TR എന്നുള്ള ടാഗാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തേക്ക് കണ്ടൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനുള്ള ടാഗ് TD എന്നാണ് ടാഗ്. അപ്പോൾ നമുക്ക് നോക്കാം. TR അലൈൻ ഈക്വൽ സെൻറ്റർ, നമ്മൾ ആ റോയുടെ അലൈൻമെൻറ്റ് സെൻറ്ററാക്കി. TH കോൾ സ്പാൻ ഈക്വൽ ടു 2 കോളം എഴുതാനുള്ള സ്പേസ് എടുത്തിട്ട് അവിടെ നമ്മൾ ഇയർ എന്ന ഹെഡിങ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഹെഡിങ്സ് ആണ് 2012, 2013, 2014 എന്ന് കൊടുക്കണത്. അത് കഴിഞ്ഞാൽ ആ റോ അവസാനിച്ചു അവിടെ. അപ്പം നമുക്ക് അത് TR എന്നുള്ള ടാഗ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതിലേക്ക് കടക്കുമ്പോൾ അടുത്തതിലും നമ്മൾ ഇതുപോലെ അലൈൻമെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് കോൾ സ്പാൻ ഈക്വൽ 4 എന്ന് പറഞ്ഞാൽ 4 കോളത്തിൻ്റെ അത്രയും സ്പേസ് എടുത്തിട്ട് ക്യാൻസർ ഒറിജിൻ എന്നാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറെ ഹെഡിങ് സ്മോക്കേഴ്സ് എന്നൊരു ഹെഡിങ് ഉണ്ട്. അതിൻ്റെ താഴെ TD, അപ്പോൾ ഡാറ്റയാണ്. അതിൽ കൊടുത്ത ഡാറ്റ 129, 140, 143 ഈ ഡാറ്റ 3ഉം നമ്മൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ഓരോ ഡാറ്റ കഴിയുമ്പോൾ TD ക്ലോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ റോ കഴിഞ്ഞു. അപ്പോൾ TR വെച്ചിട്ട് നമുക്കതിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഓരോ തവണ TR ഓപ്പൺ ചെയ്താൽ TR ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതേപോലെ THും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാവിടെയും ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടേബിൾ കാണുമ്പോൾ ആ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എററൊന്നും വരില്ല, ടേബിൾ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ കണ്ടെയ്നർ ടാഗ്സ് എല്ലാം നമ്മൾ എഴുതണം, ക്ലോസ് ചെയ്യണം. ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള TR, TH, TD എന്നിവ ഉപയോഗിക്കുന്നതിന് പുറമെ വേണമെങ്കിൽ ടേബിളിന് ആവശ്യമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ നമുക്ക് വെക്കാം. അതായത് ടേബിൾ ബോർഡർ എന്നുള്ള ടാഗ് വെച്ച് കഴിഞ്ഞ് TR ടാഗിന് മുൻപായിട്ട് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു ടാഗ് വെക്കാം. എന്നിട്ട് ആ ക്യാപ്ഷൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂ ക്യാൻസർ പേഷ്യൻസ് റിപ്പോർട്ടഡ് അറ്റ് ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് അറ്റ് ദ ഹോസ്പിറ്റൽ ഡ്യൂറിങ് ദ ഇയർ 2012 to 2014 അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു ഹെഡിങ് വെക്കാം. അപ്പോൾ ആ ഹെഡിങ് ക്യാപ്ഷൻ എന്നുള്ള ആ ടാഗിനകത്ത് വെച്ചിട്ട് ക്യാപ്ഷൻ എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യണം. അപ്പോഴാണ് ആ ഹെഡിങ് നമുക്ക് അതുപോലെ അവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുക. ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ നമ്മുടെ ടേബിളിന് ഒരു എന്താ പറയുക അനാലിസിസ് പോലെ നമ്മൾ എന്താണ് ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഒറ്റ ഹെഡിങ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നർത്ഥം. അതുപോലെ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് പുറമെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപ്ഷൻ ടേബിൾ ബോർഡർ അതേപോലെ സെൽ പാഡിങ്, സെൽ സ്പേസിങ് ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ക്യാപ്ഷൻ എന്ന ടാഗ് യൂസ് ചെയ്യാം. ക്യാപ്ഷൻ എന്നുള്ള ടാഗിനകത്ത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഹെഡിങ് അതവിടെ നമുക്ക് ക്യാപ്ഷനായിട്ട് ഡിസ്പ്ലേ. അടുത്തതായിട്ട് കോൾ സ്പാനും റോ സ്പാനും എങ്ങനെയാണ് നമ്മളൊരു വെബ് പേജിനകത്ത് ഒരു ടേബിളിൽ യൂസ് ചെയ്യണമെന്ന് നോക്കാം.
നമുക്കിവിടെ ഹെഡിങ് സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഹെഡിങ് ക്ലോസ് ചെയ്തു. ടൈറ്റിലാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് ബോഡി തുടങ്ങി. ബോഡിയുടെ അകത്ത് ടേബിൾ ബോർഡർ സെറ്റ് ചെയ്യണോ നമ്മൾ. സ്പേസിങ്, അതായത് സെൽസ് തമ്മിലുള്ള സ്പേസും സെൽസും ബോർഡറും തമ്മിലുള്ള സ്പേസ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ TH കോൾ സ്പാൻ ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കോളത്തിൻ്റെ ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ അവിടെ അത്രയും സ്പേസിലാണ് ഹെഡിങ് കൊടുത്തത്. നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്നാണ് ഹെഡിങ്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ആ TR ക്ലോസ് ചെയ്തു. അതായത് ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഹെഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു. ഇനി അടുത്തത് TH റോ സ്പാൻ ഈക്വൽ ടു, നമുക്ക് ഇവിടെ റോ സ്പാൻ 2 റോ എഴുതേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ ഹെഡിങ് കൊടുക്കുന്നത്, ഇയർ എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ ഡാറ്റ കൊടുക്കുന്നു 2014 75. അത് കഴിഞ്ഞ് നമ്മൾ ആ TR ക്ലോസ് ചെയ്തു. അപ്പോൾ ആ റോ കഴിഞ്ഞു, പുതിയ റോ തുടങ്ങി. അതിൽ നമ്മൾ 2015 88 കൊടുത്തിട്ട് ആ റോ ക്ലോസ് ചെയ്തു, ടേബിൾ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് റോ സ്പാനും കോൾ സ്പാനും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സ്പേസിംഗ് ആണ് ഇവിടെ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നമ്മൾ നോക്കാൻ പോവുകയാണ്. അത് ടേബിൾ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ടേബിളിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ ടു ക്രിയേറ്റ് എ ടേബിൾ ടു ഷോ ദ ഡാറ്റ ഓഫ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഡാറ്റയാണ് നമ്മളൊരു ടേബിളിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. HTML കൊടുത്തു, ഹെഡ്, ടൈറ്റിൽ. അപ്പോൾ ടൈറ്റിൽ എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഹെഡ് ക്ലോസ് ചെയ്തു. പിന്നെ ബോഡി തുടങ്ങി. ബോഡി BG കളർ കൊടുത്തു. അതേപോലെ ടേബിൾ ബോർഡർ നമുക്ക് കൊടുക്കാം. ബോർഡർ കളറ് BG കളർ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അതേപോലെ തന്നെ അലൈൻമെൻറ്റ്, സെൽ സ്പേസിങ്, സെൽ പാഡിങ്, വിഡ്ത്ത്, ഇതെല്ലാം നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്യാം. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞതാണ്. അതായത് നമുക്ക് സെല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ്, അതുപോലെ തന്നെ സെല്ലും ആ ടേബിളിൻ്റെ ബോർഡറും തമ്മിലുള്ള ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഹെഡിങ് ആണ് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ അതിനായി TR ടാഗ് ഓപ്പൺ ചെയ്തു നമ്മൾ. എന്നിട്ട് TR എന്ന് പറഞ്ഞാൽ ടേബിളിൽ കൊടുക്കാൻ പോണ റോസ് എന്നുള്ള അർത്ഥമാണ്. അതിൽ തന്നെ TH ആണ് ടേബിളിൻ്റെ ഹെഡിങ്. കോൾ സ്പാൻ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോളംസ് എഴുതാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണ് നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസ് റിപ്പോർട്ടഡ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മുടെ ഹെഡിങ്. അപ്പോൾ ആ ഹെഡിങ് വളരെ വലുതായതുകൊണ്ട് 5 കോളത്തിനുള്ള സ്പേസ് ഫുള്ളായിട്ട് എടുത്തിട്ടാണ് ആ ഹെഡിങ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ THനെ നമ്മളിവിടെ ക്ലോസ് ചെയ്തു, പിന്നെ TRനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് റോ, നമ്മുടെ ആ ടേബിളിലത്തെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഹെഡിങ് ആണ്. ആ ഹെഡിങ് ആണ് നമ്മളിവിടെ കൊടുത്തത്. അടുത്തതായിട്ട് നമ്മൾ ടേബിളിനുള്ള ടാഗ്സും എങ്ങനെയാണ് ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കണമെന്ന് നോക്കാം. ടേബിളിനായിട്ട് നമ്മൾ TR, TD, TH എന്നിങ്ങനെ 3 ടാഗുകളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ HTML, ഹെഡ്, ടൈറ്റിൽ അതൊക്കെ വേണം. അത് കഴിഞ്ഞ് ബോഡിയുടെ അകത്ത് ടേബിൾ ബോർഡർ ഈക്വൽ 1. നമുക്ക് ഈ ടേബിൾ ബോർഡർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി കൂടുതലുള്ളത്, കട്ടി കുറഞ്ഞത്, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 1 ആണ് കൊടുത്തത്, ഏറ്റവും സിമ്പിളായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് TR എന്നുള്ള ടാഗാണ് ഫസ്റ്റ് കൊടുക്കുക. TR എന്ന് പറഞ്ഞാൽ റോസ് ഇൻ എ ടേബിൾ, ഒരു ടേബിളിലുള്ള റോസ്, നമുക്ക് എത്ര റോസ് ആണ് വരുന്നത് അത് കാണിക്കുന്നതിനുള്ള ടാഗാണ് TR. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് TH എന്നുള്ള ടാഗ് കാണാം. TH എന്നുള്ള ടാഗ് ഹെഡിങ്, ടേബിളിൽ നമ്മൾ കൊടുക്കുന്ന ഹെഡിങ്ങുകളെയാണത് സൂചിപ്പിക്കുന്നത്. ഇനി TR കണ്ടെയ്നർ ടാഗാണ്, അപ്പോൾ അത് ക്ലോസ് ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞാൽ ഇനി അടുത്ത റോയിലേക്ക് പോകണു. അടുത്ത റോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ TD എന്ന ടാഗ് കാണാം. TD എന്ന് പറഞ്ഞാൽ ഡാറ്റ സെൽസ്, ടേബിളിനകത്ത് എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതാണ് TD ടാഗിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 അലിയ എന്ന് കൊടുത്തു, അതും കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് TR ഇവിടെ ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത റോ TR സ്റ്റാർട്ട് ചെയ്തു, TD, അതിൽ 2 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അരുൺ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് 3 റോസാണ് ഇവിടെ വരുന്നത്. 3 തവണ TR ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 റോസ് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് TH ടാഗിനകത്താണ്. അപ്പോൾ നമുക്ക് THനകത്ത് വരുന്നതായിരിക്കും ടേബിളിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ കൊടുക്കുന്ന കണ്ടന്റ്, അതിൽ അടിയിലായിട്ട് നമ്മൾ ഹെഡിങ് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്ന സാധനമാണ് കണ്ടന്റ്. കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നത് TD. നമുക്കിവിടെ 2 വട്ടം
ആയിട്ടാണ് TD യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഈ റോയിൽ യൂസ് ചെയ്തു, പിന്നെ ഈ റോയിൽ യൂസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 2 റോസ് ആയിട്ട് ഡാറ്റ കാണാം. അപ്പോൾ 2 ഡാറ്റയും അത് കഴിഞ്ഞ് ഹെഡിങ് ഒരു വട്ടം നമ്മൾ കൊടുത്തു. പിന്നെ നമ്മുടെ ടേബിളിലെ ഹെഡിങ് HTML ടേബിൾസ് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ടേബിൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഹെഡിങ് എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ടേബിൾ എന്ന് കൊടുക്കാം, അതല്ല നമുക്ക് HTML ടേബിൾ എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ ഇതിന് പകരമായിട്ട് HTML ടേബിൾസ് എന്ന് കൊടുക്കാം. ഇഷ്ടമുള്ള ഹെഡിങ് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഹെഡിങ്സ് നമ്മൾ ടേബിളിനകത്ത് കൊടുക്കുന്ന ഹെഡിങ്സ് ആണെങ്കിലും നമുക്ക് അതേപോലെ കണ്ടൻറ് ആണെങ്കിലും എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് കണ്ടൻറ് ഒക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് ടേബിൾ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തിട്ട് HTML ക്ലോസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ടേബിളായിട്ടത് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ടേബിൾ വരിക ബ്രൗസർ വിൻഡോയിൽ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു സിമ്പിൾ ടേബിൾ ഉണ്ടാക്കുന്ന രീതി.